അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസൂയ മറ്റു പല ദുർഗുണങ്ങൾക്കും കാരണമായി തീരും. അവ മനുഷ്യനെ വലിയ ദുരന്തത്തിൽ എത്തിക്കുകയും ചെയ്യും. ക്ഷമയും ത്യാഗസന്നദ്ധതയുമുള്ളവർക്ക് ജീവിതത്തിൽ വലിയ പുരോഗതി നേടാൻ കഴിയും. ക്ഷമാശീലരോടൊപ്പമാണ് അല്ലാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക ജീവിതകാലത്ത് വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചു. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ക്ഷമിക്കാൻ ഉപദേശിക്കുകയാണ് ചെയ്തത്. ക്ഷമയ്ക്കു ശേഷം വിജയം വരും. ക്ഷമിക്കാനുള്ള പ്രചോദനം ലഭിക്കാൻ വേണ്ടി യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കഥ പറഞ്ഞുകൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത ബന്ധുക്കളിൽ നിന്ന് എതിർപ്പുകൾ നേരിട്ടു. യൂസുഫ് അലൈഹിസ്സലാം അടുത്ത ബന്ധുക്കളിൽ നിന്നു തന്നെയാണ് എതിർപ്പുകൾ നേരിട്ടത്. ചരിത്രം അന്വേഷിക്കുന്നവർക്ക് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ടെന്ന് അള്ളാഹു പറയുന്നു. തീർച്ചയായും യൂസുഫിലും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിലും ചോദിച്ചന്വേഷിക്കുന്നവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിതാവ് സ്നേഹിക്കുന്നുവെന്നത് കുറ്റവുമല്ല. എന്നിട്ടും അസൂയ വളരുന്നു. പിശാച് അത് വളർത്തുന്നു. എല്ലാ കാലത്തും എല്ലാ വിഭാഗത്തിലും ഇത് നടക്കുന്നു. സഹോദരങ്ങൾ യൂസുഫിനെതിരെ രഹസ്യാലോചന നടത്തി. അവർ കൂടിയിരുന്നു സംസാരിച്ചു. യൂസുഫും അവൻ്റെ സഹോദരനുമാണ് നമ്മുടെ പിതാവിന് കൂടുതൽ ഇഷ്ടപ്പെട്ടവർ. തടിമിടിക്കുള്ള നല്ലൊരു സംഘമാണ് നാം. എന്നിട്ട് നമ്മെ ഉപ്പ അവർക്കു തുല്യം സ്നേഹിക്കുന്നില്ല. അദ്ദേഹം വഴികേടിൽ തന്നെയാണുള്ളത്. അവരുടെ ചർച്ചയുടെ ചുരുക്കം അതായിരുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, അവർ നമ്മിൽ പറഞ്ഞ സന്ദർഭം ഓർക്കുക. നാം നല്ലൊരു സംഘമുണ്ടായിരുന്നിട്ടും യൂസുഫും അവൻ്റെ സഹോദരനും തന്നെയാകുന്നു നമ്മുടെ പിതാവിന് നന്മയേക്കാൾ ഇഷ്ടപ്പെട്ടവർ. നിശ്ചയമായും നമ്മുടെ പിതാവ് സ്പഷ്ടമായ വഴികേടിൽ തന്നെയാകുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരൻ ബിന്യാമിൻ എന്ന കുട്ടിയാകുന്നു. ആ കുട്ടിയോടും അവർക്ക് വെറുപ്പായിരുന്നു. യൂസുഫിനെ പിതാവിൽ നിന്നും അകറ്റണം. അതിനെക്കുറിച്ചാണ് ഗൗരവമായ ചർച്ച നടക്കുന്നത്. യൂസുഫിനെ കൊന്നുകളയുക, അതായിരുന്നു ചിലരുടെ അഭിപ്രായം. വിദൂരമായ ഏതെങ്കിലും മരുഭൂമിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുക. മറ്റൊരഭിപ്രായം, ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, മനുഷ്യർ തെറ്റ് ചെയ്യും, പിന്നെ പശ്ചാത്തപിക്കും, നമുക്കും പിന്നീട് പശ്ചാത്തപിക്കാം. അവരുടെ മനസ്സിൽ പിശാച് ആ ചിന്ത ഇട്ടുകൊടുത്തു. അവരുടെ കൂട്ടത്തിൽ നിന്നൊരാൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ യൂസുഫിനെ കൊല്ലരുത്, അവനെ ഒരു കിണറ്റിൽ എറിയുക. ഏതെങ്കിലും യാത്രക്കാർ അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയിക്കോളും. പിന്നെ അവനെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ യൂസുഫിനെ കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ അവനെ വല്ല സ്ഥലത്തും കൊണ്ടുപോയി ഉപേക്ഷിക്കുക. എന്നാൽ നിങ്ങളുടെ പിതാവിൻ്റെ മുഖം നിങ്ങൾക്ക് വഴി കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് നല്ലവരായി തീരുകയും ചെയ്യാം. അവരിൽ നിന്നൊരു വക്താവ് പറഞ്ഞു, നിങ്ങൾ യൂസുഫിനെ കൊലപ്പെടുത്തരുത്, അവനെ ഒരു കിണറ്റിൻ്റെ അഗാധതയിൽ ഇട്ടേക്കുക. ഏതെങ്കിലും യാത്രാസംഘം അവനെ കണ്ടെടുത്ത് കൊണ്ടുപോയിക്കോളും. യൂസുഫിനോട് അല്പം കരുണയുള്ള ഒരു സഹോദരനാണ് ഇത് പറഞ്ഞത്. റുബീൻ എന്ന സഹോദരനോ അല്ലെങ്കിൽ യഹൂദ എന്ന സഹോദരനോ ആണ് അങ്ങനെ പറഞ്ഞത്. പിതാവിനെ സമീപിക്കണം, സ്നേഹത്തോടെ സംസാരിക്കണം, യൂസുഫിനോടും സ്നേഹം പ്രകടിപ്പിക്കണം. എങ്ങനെയെങ്കിലും പിതാവിൽ നിന്ന് അവനെ മോചിപ്പിക്കണം. ഒരു ദിവസം എല്ലാവരും കൂടി ഉപ്പയെ സമീപിച്ചു. ഉപ്പ, താങ്കൾ എന്തിനാണ് യൂസുഫിനെ വീട്ടിൽ തന്നെ ഇരുത്തുന്നത്? പുറത്തേക്കൊക്കെ അയച്ചുകൂടെ? അവൻ ഓടിച്ചാടി വളരട്ടെ, മലയും കുന്നും പരിചയപ്പെടട്ടെ, ഞങ്ങളുടെ കൂടെ വന്നുകൊള്ളട്ടെ. അവൻ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ എന്തൊരു സന്തോഷമായിരിക്കും. ഞങ്ങൾ അവനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഉപ്പാക്ക് അറിയുമോ? ഉപ്പ ഒന്നും മിണ്ടിയില്ല. അവർ പിരിഞ്ഞുപോയി. ആട്ടിനെ മേയ്ക്കാൻ പോകുമ്പോൾ അവർ അത് തന്നെ ചർച്ച ചെയ്തു. അവർ വസന്തകാലം വരാൻ കാത്തിരുന്നു. അക്കാലത്ത് കാട്ടുചെടികൾ പൂത്തു നിൽക്കും. കാണാൻ നല്ല ഭംഗിയായിരിക്കും. കാഴ്ച കാണാൻ യൂസുഫിനെ കൊണ്ടുപോകാം. മാസങ്ങൾ കടന്നുപോയി. വസന്തകാലം വന്നു. അവർ ഉപ്പയെ സമീപിച്ചു. യൂസുഫിനെ കൂടെ അയക്കാൻ നിർബന്ധിച്ചു. വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചു. ഇതിനിടയിൽ അവർ യൂസുഫിനെ പറഞ്ഞു വശത്താക്കിയിരുന്നു. കാട്ടിലെ കാഴ്ചകൾ കാണാൻ യൂസുഫിന് ആഗ്രഹമുണ്ടായി. ഉപ്പയോട് സമ്മതം ചോദിച്ചു. അതോടെ സഹോദരന്മാരുടെ സമ്മർദ്ദം വർദ്ധിച്ചു. ഇതിൻ്റെ ബാക്കി ഞാൻ പാർട്ട് 4 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കേൾക്കുക. യൂസുഫ് നബിയുടെ ജീവിത ചരിത്രം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വിജയിക്കുമെന്നാണ് പറയുന്നത്.